നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാളികളുടെ പ്രിയങ്കരനായ സഞ്ജു സാംസന്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി സൈഡ് ബെഞ്ചിൽ ഇരുത്തിയവർക്ക് നേരെ ഇപ്പോൾ വിമർശനങ്ങൾ ഉയരുകയാണ്. യാതൊരു പരാതിയുമില്ലാതെ ക്ഷമയോടെ തന്റെ കഴിവിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് സഞ്ജുവും കാത്തിരുന്നു. ഒടുവിൽ രക്ഷകനായി ഗൗതം ഗംഭീറും സൂര്യകുമാർ യാദവും ഇന്ത്യൻ ടീമിന്റെ നേതൃസ്ഥാനത്ത് എത്തിയതോടെ സഞ്ജുവിന്റെ ശനിദശ മാറി. യാതൊരു സമ്മർദ്ദവും നൽകാതെ ക്യാപ്റ്റനും കോച്ചും അകമഴിഞ്ഞ പിന്തുണ നൽകിയപ്പോൾ സഞ്ജുവിന്റെ പ്രതിഭ എന്തെന്ന് ക്രിക്കറ്റ് ലോകത്തിന് ഇപ്പോൾ ശരിക്കും ബോധ്യമായിട്ടുണ്ട്. വിമർശകർക്ക് കുറച്ചു നാൾ കൂടി ഇനി വായടക്കിയിരിക്കാം. തുടർച്ചയായി തിരിച്ചടികൾ ഏറ്റുവാങ്ങിയ നായകൻ ഒടുവിൽ സൂപ്പർ ഹീറോ പദവിയിലേക്ക് ഉയർന്നിരിക്കുകയാണ്. കഴിഞ്ഞ 5 ട്വന്റി മത്സരത്തിൽ നിന്ന് 3 സെഞ്ചുറികൾ നേടിയ സഞ്ജുവിനെ ഇനി തഴഞ്ഞാൽ അത് ക്രിക്കറ്റ് ആരാധകർ സഹിക്കില്ല. നേരത്തെ IPL മത്സരങ്ങളിൽ സമ്മർദ്ദം നൽകാതെ തുറന്നുവിട്ടാൽ പിന്നെ സഞ്ജുവിനെ പിടിച്ചുകെട്ടാനാകില്ല എന്ന് തെളിയിച്ചതാണ്. ഇന്ത്യൻ ടീമിന്റെ ടോപ്പ് ഓർഡർ സ്ഥാനത്തേക്ക് വരികയെന്നത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. ഇതിന്റെ എല്ലാം ക്രെഡിറ്റ് കോച്ച് ഗൗതം ഗംഭീറിനും ക്യാപ്റ്റൻ സൂര്യകുമാറിനുമാണ്. തുടർച്ചയായി 7 കളികളിൽ ഓപ്പണിംഗ് സ്ഥാനം അവർ സഞ്ജുവിന് നൽകി. അതിന്റെ ഫലമാണ് ബംഗ്ലാദേശിനും ദക്ഷിണാഫ്രിക്കയ്ക്കുമെതിരെ കണ്ട പ്രകടനം. ഒരു പരീക്ഷണത്തിനായി സഞ്ജുവിനെ ഓപ്പണറായി ഇറക്കിയ ഗംഭീറിനും സൂര്യകുമാറിനും തങ്ങളുടെ തീരുമാനത്തിൽ ഇനി അഭിമാനിക്കാം. 2026 അടുത്ത ട്വന്റി ലോകകപ്പ് നടക്കുന്നത്. അതുവരെ ഇനി സഞ്ജുവിന്റെ ഓപ്പണിംഗ് സ്ഥാനം ഉറപ്പിക്കാം. ബംഗ്ലാദേശ് പരമ്പരയ്ക്ക് മുൻപ് യശസ്വി ജയ്സ്വാളും ശുഭ്മാൻ ഗില്ലുമായിരുന്നു ഇന്ത്യൻ ടീമിന്റെ ഓപ്പണർമാർ. സഞ്ജു ഇതേ ഫോമിൽ തുടർന്നാൽ അതിലൊരാളെ ഇനി മാറ്റേണ്ടി വരും. ഈ വർഷത്തെ ട്വന്റി ലോകകപ്പ് ഉൾപ്പെടെ 26 രാജ്യാന്തര മത്സരങ്ങളാണ് ഇന്ത്യൻ ടീം കളിച്ചത്. ലോകകപ്പ് സമയത്ത് എല്ലാ കളികളും ബെഞ്ചിലിരുന്ന് കാണേണ്ടി വന്ന സഞ്ജുവിന്റെ അവസ്ഥ ഒരു കായിക താരത്തിന് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. എന്നിട്ട് സഞ്ജു ഈ വർഷം ബാറ്റ് ചെയ്തത് വെറും 12 ഇന്നിംഗ്സുകളിലാണ്. അതിൽ 436 റൺസും നേടി. 2024 ഇന്ത്യയുടെ ട്വന്റി ടോപ്പ് സ്കോറർ സഞ്ജുവാണ്. ഈ വർഷം രാജ്യാന്തര മത്സരങ്ങളിൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ നേടിയ 7 സെഞ്ചുറികളിൽ 3 സഞ്ജുവിൻ്റെതാണ്. 2015 അന്താരാഷ്ട്ര ട്വന്റിയിൽ അരങ്ങേറ്റം കുറിച്ച സഞ്ജുവിന് ഏറ്റവും അധികം അവസരങ്ങൾ ലഭിച്ചത് 2024 മാത്രമാണ്. മൊത്തം 33 ഇന്നിംഗ്സുകളിൽ നിന്ന് 810 റൺസാണ് സഞ്ജുവിൻ്റെ കരിയറിൽ മൊത്തമുള്ളത്. അതിൽ പകുതിയിലേറെയും കിട്ടിയത് ഈ വർഷമാണ്. 2015 സിംബാബ്വെക്കെതിരെ ആയിരുന്നു സഞ്ജുവിൻ്റെ അരങ്ങേറ്റം. ഓപ്പണിംഗ് മുതൽ 7ാം നമ്പർ വരെ സഞ്ജുവിനെ ബാറ്റിംഗ് ഓർഡറിൽ ഇന്ത്യൻ ടീം പരീക്ഷിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശ് ദക്ഷിണാഫ്രിക്ക പര്യടനത്തോടെ നിരവധി റെക്കോർഡുകൾ സഞ്ജുവിന് ഇപ്പോൾ സ്വന്തമായി കഴിഞ്ഞു. ഒരു കലണ്ടർ വർഷത്തിൽ ട്വന്റിയിൽ 3 സെഞ്ചുറികൾ നേടുന്ന ലോകത്തിലെ ആദ്യ കളിക്കാരൻ, ട്വന്റിയിൽ 3 സെഞ്ചുറികൾ നേടുന്ന രണ്ടാമത്തെ വിക്കറ്റ് കീപ്പർ ബാറ്റർ, ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ 50-ന് മുകളിൽ സ്കോറുകൾ നേടിയ വിക്കറ്റ് കീപ്പർ ബാറ്റർ, അടുത്തടുത്ത മാച്ചുകളിൽ സെഞ്ചുറി നേടുന്ന ലോകത്തിലെ 4ാമത്തെ താരം, ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം, 2ാം വിക്കറ്റിലെ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന പാർട്ട്ണർഷിപ്പ് തിലക് വർമ്മയുമായി ചേർന്നുള്ള 210 റൺസ് തുടങ്ങിയവ സഞ്ജുവിൻ്റെ തിളക്കം കൂട്ടുകയാണ്. സഞ്ജുവിൻ്റെ കരിയർ ഒന്ന് നോക്കാം. മൊത്തം 33 ഇന്നിംഗ്സുകൾ, അതിൽ 810 റൺസ്, 4 നോട്ടൗട്ടുകൾ, 3 സെഞ്ചുറി, 2 അർദ്ധ സെഞ്ചുറി, 46 സിക്സുകൾ, ഉയർന്ന സ്കോർ 111, സ്ട്രൈക്ക് റേറ്റ് 155.17. ഇനി 2024 ട്വന്റി കരിയർ നോക്കിയാൽ 12 ഇന്നിംഗ്സുകൾ, 436 റൺസ്, 2 നോട്ടൗട്ട്, 3 സെഞ്ചുറി, 1 അർദ്ധ സെഞ്ചുറി, 31 സിക്സറുകൾ, ഉയർന്ന സ്കോർ 111, സ്ട്രൈക്ക് റേറ്റ് 180.16. ഇനി വരുന്ന മത്സരങ്ങളിൽ സഞ്ജുവിനെ ഇന്ത്യക്ക് തടയാനാകുകയില്ല. സഞ്ജുവിന്റെ അവസരം നിക്ഷേപിച്ച 4 മുൻ ഇന്ത്യൻ ക്യാപ്റ്റന്മാരോടുള്ള നീരസം സഞ്ജുവിന്റെ പിതാവ് സമീപകാലത്ത് വ്യക്തമാക്കിയിരുന്നു. ഇനിയും ഒരുപാട് ഉയരത്തിലെത്തുവാൻ സഞ്ജുവിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവയൊക്കെ നൽകുക.